ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. എവിടെ തിരിഞ്ഞാലും ഇപ്പൊ കീറ്റോ ഡയറ്റിനെ കുറിച്ചേ കേൾക്കാനുള്ളൂ. എല്ലാവർക്കും കീറ്റോ ഡയറ്റ് ചെയ്യണം, പെട്ടെന്ന് വെയിറ്റ് ലോസ് വരണം. എന്താണ് കീറ്റോ ഡയറ്റ് എന്നൊക്കെ അറിയാണ്ട് നമ്മൾ കീറ്റോ ഡയറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വെയിറ്റ് ലോസ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. കാരണം ബാക്കിയുള്ള ഡയറ്റ് പ്ലാൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആയിക്കോട്ടെ, ബാക്കി ഏത് ഡയറ്റ് പ്ലാൻ വെച്ച് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് തരുന്നത് ഈ കീറ്റോ ഡയറ്റിൽ നിന്നാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കീറ്റോ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, പിന്നെ ഈ കീറ്റോ ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബോഡിയിൽ നമ്മൾ കാർബിന്റെ അളവ് കുറയ്ക്കുക. അതായത് നമ്മൾ എടുക്കുന്ന ഫുഡില് ലോ കാർബ് എന്ന് തന്നെ പറയാം. ചിലവർ കാർബ് തീരെ എടുക്കില്ല കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മള് പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കേണ്ടി വരും, കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കേണ്ടി വരും. അതേപോലെ തന്നെ കാർബ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുള്ളൂ, അല്ലെങ്കിൽ കാർബ് ഇല്ലാന്ന് തന്നെ പറയാം. അപ്പൊ നമ്മൾ എടുക്കേണ്ട പ്രോട്ടീന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 to 20%, എടുക്കേണ്ട ഫാറ്റിന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 70 to 80%. പിന്നെ കാർബ് വളരെ കുറവാണ് കേട്ടോ, ഓൾമോസ്റ്റ് ഒരു 5 to 10% മാത്രമേ നമ്മൾ കാർബ് എടുക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് നിങ്ങളൊരു കീറ്റോ ഡയറ്റിൽ നിങ്ങളുടെ ഫുഡിലേക്ക് ആവശ്യമായിട്ടുള്ള കൊഴുപ്പും പ്രോട്ടീനും കാർബും എടുക്കേണ്ടത്. ഇനി എന്തൊക്കെ ഫുഡാണ് നിങ്ങൾ ഈ കീറ്റോ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് അറിയുള്ളൂ. നമുക്ക് മീറ്റ് എടുക്കാം, അതായത് ബീഫ് എടുക്കാം. പിന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് മട്ടൺ കഴിക്കാം, ചിക്കൻ കഴിക്കാം, എഗ്ഗ് കഴിക്കാം. സീ ഫുഡിൽ നിങ്ങൾ ഫിഷ് ഇൻക്ലൂഡ് ചെയ്യാം മാക്സിമം. ഇതാണ് നിങ്ങളുടെ ഫുഡിന്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചിക്കൻ കഴിക്കാം, എഗ്ഗ് കഴിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ഓടിപ്പോയി നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ ബ്രോയിലർ കോഴിയും അതേപോലെ തന്നെ വൈറ്റ് എഗ്ഗ് ഒക്കെ വാങ്ങിക്കൊണ്ടുവരും. അപ്പൊ നമ്മൾ ഈ ഒരു ചാർട്ട് റെഡിയാക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തുടക്കത്തിലെ ഇത് ശ്രദ്ധിച്ച് ചെയ്യാം. നിങ്ങൾ മാക്സിമം നാടൻ കോഴിയാക്കുക, അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന എഗ്ഗ് നാടൻ മുട്ടയാക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടിയും കെയർ ചെയ്തിട്ട് ഈ ഒരു കീറ്റോ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ടർക്കി കോഴി നിങ്ങളുടെ ഫുഡ് മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ എടുക്കേണ്ട കുറച്ച് ഓയിൽ ഉണ്ട്, അത് നല്ല നാച്ചുറൽ ഫാറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഏതൊക്കെയാണെന്നറിയോ? ബട്ടർ എടുക്കാം, വെണ്ണ, ഓക്കെ, അതേപോലെ തന്നെ നെയ്യ് എടുക്കുക, പിന്നെ ചീസ്, ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട നാച്ചുറൽ ഫാറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ ഈ ഒരു കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് മാത്രമായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ യാതൊരു വിധത്തിലുള്ള ഫൈബർ കണ്ടന്റും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ വയറ്റിലേക്ക് ഇങ്ങനെ ഫൈബർ ഇല്ലാത്ത ഈ ഫുഡ് മാത്രം കൊടുത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം ഉണ്ടാവും. അതായത് രാവിലെ ബാത്റൂമിൽ പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ലോ കാർബ് ആയത് കാരണം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ജലത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പൊ നിങ്ങളുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവും. പിന്നെ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഫുഡൊന്നും നമ്മൾ കഴിക്കാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മെലിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഓവർ ഏജ് തോന്നിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ തുടക്കത്തിലേ ശ്രദ്ധിച്ചിട്ട് പോണം. അപ്പൊ നിങ്ങൾ ഈ ഒരു കീറ്റോ ഡയറ്റിന്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ടും വെജിറ്റബിൾസും നിങ്ങൾ നിങ്ങളുടെ ഫുഡ് ചാർട്ടിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് അവോക്കാഡോ ആണ്. നിങ്ങൾ മാക്സിമം അവോക്കാഡോ ഈ ഫുഡ് മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ബ്രക്കോളി, കോളിഫ്ലവർ, ക്യാപ്സിക്കം, കുക്കുംബർ, ഈ ഒരു 4 വെജിറ്റബിൾസും നിങ്ങൾ ഈ ഫുഡ് മെനുവിൽ ആഡ് ചെയ്തിട്ട് പോവാം. പിന്നെ നമുക്ക് ഈ കീറ്റോ ഡയറ്റ് എടുക്കുന്നതിനെ കൊണ്ട് നമ്മുടെ ഡയബറ്റിക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, വെയിറ്റ് ഗെയിൻ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ അൽഷിമേഴ്സ് എന്ന രോഗത്തിൽ നിന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് നല്ല വശങ്ങളൊക്കെ ഈ ഒരു കീറ്റോ ഡയറ്റിന് ഉണ്ട്. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിടുന്നതും കൊണ്ടാണ് ഈ ഒരു കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചർ ആണെന്നൊക്കെ പറയുന്നത് സത്യമാണ്. ഇനി നിങ്ങൾ ഈ കീറ്റോ ഡയറ്റ് എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഇത് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് നിങ്ങളുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണോ കീറ്റോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ കൂടുതൽ വണ്ണുള്ള ആൾക്കാരാണല്ലോ പെട്ടെന്ന് കീറ്റോ ഡയറ്റ് ഒക്കെ ചെയ്തിട്ട് വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താക്കാം, ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം. കാരണം നിങ്ങൾ വണ്ണക്കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ
ലെവൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങളുടെ ഇൻസുലിൻ ലെവൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഓക്കെ ആണ്, വേറെ വലിയ പ്രശ്നമില്ല എന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾ ഈ കീറ്റോ ഡയറ്റിലേക്ക് നിങ്ങൾ തിരിയാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കാരണം എന്താണെന്നറിയോ? കാരണം നിങ്ങൾ ഇപ്പൊ ഈ പ്രോട്ടീനും കൊഴുപ്പൊക്കെ ഓവറായിട്ട് കഴിക്കുന്നത് കാരണം ഈ പ്രോട്ടീൻസ് ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുമ്പോൾ ഇത് നമ്മുടെ കിഡ്നീന്റെ ഫംഗ്ഷൻസിനെ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ക്രിയാറ്റിൻ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ ബോർഡർ ലൈൻ ഉള്ള ആൾക്കാരാണ് ഈ ഒരു കീറ്റോ ഡയറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രിയാറ്റിൻ ലെവലൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ചു കയറും. ഈ ക്രിയാറ്റിൻ പെട്ടെന്ന് അടിച്ചു കയറുമ്പോൾ പിന്നെ നമുക്കത് കിഡ്നീന്റെ ഡാമേജിന് കാരണമാവുന്നുണ്ട്. പിന്നെ ഈ ഡയാലിസിസിലേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളത് ആദ്യം തന്നെ കെയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതൊക്കെ കുഴപ്പമില്ല, നോർമൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ കീറ്റോ ഡയറ്റിലേക്ക് തിരിയാം. പിന്നെ നിങ്ങൾ ഈ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നാടൻ മുട്ടയും നാടൻ കോഴിയും തന്നെ ആക്കുക. ടർക്കി കോഴി കഴിക്കുക, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആഡ് ചെയ്യേണ്ട വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, ആഡ് ചെയ്യേണ്ട ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ കീറ്റോ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബട്ടർ കോഫിയാണ്. നിങ്ങൾ നെസ്കഫേയുടെ കോഫി പൗഡർ എടുക്കുക, അതിൽ ഒരു കപ്പ് ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് നെസ്കഫേയുടെ 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡറും പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും ഇടുക. ഇതായിരിക്കണം നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ രാവിലെ തന്നെ നിങ്ങൾ കുടിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഒരു പിടി ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സിലെ നട്ട്സ് മാക്സിമം ഒരു 3 കാഷ്യൂ എടുക്കുക, ഒരു 4 ആൽമണ്ട്, 5 വാൾനട്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മെനുവിലുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ കാർബ് വളരെ കുറവായത് കാരണം നമ്മൾക്ക് എന്താക്കില്ല, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലം കാണില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വാട്ടറിന്റെ അളവ് കറക്റ്റ് തന്നെ ഫോളോ ചെയ്യണം. 3.5 ലിറ്റർ വാട്ടർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കുടിക്കണം. വാട്ടർ കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും ഈ കീറ്റോ ഡയറ്റിൽ നിങ്ങൾക്ക് വരും. അപ്പൊ കൂടുതലായിട്ട് ഇതൊരു പിന്നെ വേറെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ കീറ്റോ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫുഡ് ചാർട്ട് ആദ്യം പ്ലാൻ ചെയ്യുക. അതായത് നിങ്ങൾ മാക്സിമം ഒരു 1 വീക്കോ 2 വീക്കോ മാത്രം നിങ്ങൾ ഈ കീറ്റോ ഡയറ്റ് എടുക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അടുത്ത ഡയറ്റ് പ്ലാനിലേക്ക് നിങ്ങൾ മാറണം. കൂടുതലായിട്ട് നിങ്ങൾ ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ്ഡ് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാർബ് എടുക്കാം. ഇതേപോലെ തന്നെ ഈ ഒരു കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് ഉണ്ടാവില്ല, വൈറ്റമിൻസ് ഉണ്ടാവില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ റീടേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താക്കണം, നിങ്ങൾ ആ ഒരു 1 to 2 വീക്സ് ആകുമ്പോഴത്തേക്കും ഇത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഈ ഒരു കീറ്റോ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത ഡയറ്റ് പ്ലാനിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കീറ്റോ ഡയറ്റ് എടുത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് രോഗങ്ങളിൽ നിന്ന് ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ അധികമായിട്ടുള്ള കൊഴുപ്പാണ് കയറുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് 70 to 80% നമ്മൾ കൊഴുപ്പ് കഴിക്കുന്നുണ്ട്. പ്രോട്ടീൻസും ഏകദേശം 10 to 20% പ്രോട്ടീൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടുമ്പം നമ്മൾ വേറെയുള്ള വർക്കൗട്ടുകളോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല, അതായത് ബോഡിക്ക് വേറെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു പണി തന്നെ കിട്ടും. കാരണം ഇത്രയും കൊഴുപ്പും പ്രോട്ടീൻസ് ഒക്കെ അടിഞ്ഞു കൂടുമ്പോൾ നമുക്ക് ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടി അറിയാലോ, നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് അറ്റാക്കാണ്. അപ്പൊ സ്ട്രോക്കിലേക്ക് മാറും, അറ്റാക്കിലേക്ക് മാറും. പിന്നെ നമുക്ക് പല രീതിയിലുള്ള ലിവർ ഫംഗ്ഷന്റെ അതിന്റെ ഫംഗ്ഷൻ തന്നെ നമുക്ക് മാറ്റം സംഭവിക്കും. പിന്നെ നമുക്ക് കിഡ്നി ഫെയിലിയർ ആവും. അപ്പൊ ഒരുപാട് ഇതിനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് തന്നെ കൺട്രോൾ ചെയ്ത് പോവുക. കറക്റ്റ് ഒരു ചാർട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ എടുക്കേണ്ട ഫുഡ് നിങ്ങൾ ഈ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പം വേറെ ഫുഡൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുക. പിന്നെ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് വെക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് അരി ഉൽപ്പന്നങ്ങൾ, ചോറ് നിങ്ങൾ തീരെ കഴിക്കാൻ പാടില്ല. അതേപോലെ ഈ അരിയുടെ വേറെ സാധനങ്ങളുണ്ട്. രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ദോശ, പുട്ട്, ഇഡ്ഡലി എന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളുണ്ട്, അത് കഴിക്കാൻ പാടില്ല. അതായത് ഹോൾ ഗ്രെയിൻസ് നിങ്ങൾ തൊട്ട് നോക്കാനേ പാടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും കീറ്റോ ഡയറ്റ് അല്ലേ, കുറച്ച് ഓട്സ് ഒക്കെ എടുക്കാന്ന് വിചാരിക്കും വിശക്കുന്ന സമയത്ത്. പക്ഷെ നിങ്ങൾ ഈ ഓട്സ് ഒന്നും തൊടരുത്. ഇങ്ങനത്തെ ഒരു ഗ്രെയിൻസും നിങ്ങൾ എടുക്കാൻ പാടില്ല.
പിന്നെ എല്ലാ ആൾക്കാരും പറയുന്ന പോലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കരുത്. മണ്ണിന്റെ അടിയിൽ വളരുന്ന ഒരു കിഴങ്ങ് വർഗ്ഗങ്ങളും നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം നമ്മൾ വേറെ ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കൂടുതലായിട്ട് നമ്മൾ ബീട്രൂട്ട്, സ്വീറ്റ് പൊട്ടാറ്റോസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു കീറ്റോ ഡയറ്റിൽ നിങ്ങൾ ഈ മണ്ണിന്റെ അടിയിൽ വളരുന്ന ഒരൊറ്റ കിഴങ്ങ് വർഗ്ഗങ്ങളും യൂസ് ചെയ്യരുത്. പ്രത്യേകിച്ച് കപ്പ, ഇതിലൊക്കെ ഇൻസുലിന്റെ അളവ് വളരെ കൂടുതലാണ്. അത് കാരണം കീറ്റോ ഡയറ്റ് ചെയ്ത സമയത്ത് ഇതൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ റിസ്കിൽ മാത്രം നിങ്ങൾ ഈ കീറ്റോ ഡയറ്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാട്ടറിന്റെ അളവ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഇത്തരത്തില് നിങ്ങൾ ഒരു 1 to 2 weeks കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക, അടുത്ത ഡയറ്റ് പ്ലാനിലേക്ക് മാറുക. അപ്പം ഇനിയും കൂടുതൽ ഇതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും കാണാം. ബൈ.